നമസ്കാരം. കലിക ന്യൂസിലേക്ക് സ്വാഗതം. അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കാൻ വെച്ചിരുന്ന മൃതദേഹം അഴുകി ജീർണിച്ച നിലയിൽ. പ്രതിഷേധവുമായി ബന്ധുക്കൾ രംഗത്ത്. അഞ്ചൽ ആയൂർ തോട്ടത്തറ ഹൗസിൽ 32 വയസ്സുള്ള ജോയൽ ജോർജ് മാത്യുവിൻ്റെ മൃതദേഹമാണ് അഞ്ചലിലെ സെന്റ് ജോസഫ് മിഷൻ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ജീർണിച്ച നിലയിൽ ആയത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂനെയിൽ നിന്ന് ബോഡി ഇന്നലെ എംബാം ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ മോർച്ചറി വെച്ചതാണ്. 10 മണിക്ക് ഓപ്പൺ ചെയ്തിട്ട് ഫ്രീസറിന് എയർ കണ്ടീഷൻ വെച്ചതാണ്. എല്ലാം അന്നേരവും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഒരു ബോഡി ഇന്ന് രാവിലെ ഞങ്ങൾ എടുക്കാൻ വന്ന സമയത്ത് അത് അവർ ഫ്രീസർ ഓൺ ചെയ്തിട്ടില്ലായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഒരു ശാലം ടെമ്പറേച്ചറും ഇല്ല, ബോഡി വികൃതമായിട്ട് വല്ലാത്ത കണ്ടീഷനിലായിരിക്കുകയാണ്. സ്കിന്നെല്ലാം ബൾജ് ചെയ്തെല്ലാം ഒരു വല്ലാത്ത കണ്ടീഷനിലായിപ്പോയി. അപ്പം ബോഡി ഫ്രീസറിൽ നിന്ന് അതിനകത്തുനിന്ന് എടുത്ത് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയില്ല. ഇങ്ങനത്തെ ഒരു നല്ലൊരു പേരെടുത്ത ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനത്തെ ഒരു അനാസ്ഥയാണ് ഉണ്ടാകുന്നതെങ്കിൽ എന്താണ് മറ്റുള്ളവരുടെ അത്? എല്ലാ ആൾക്കാരും മരിച്ചു കഴിഞ്ഞാലും മനുഷ്യനാന്നുള്ള ഒരു പരിഗണന ഏതായാലും ഹോസ്പിറ്റലുകാർ കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ നടപടി ഞങ്ങൾ ഓൾറെഡി പോലീസിൽ പേരും അറിയിച്ചിട്ടുണ്ട്, കേസ് ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരെന്തോ ചെയ്തു തരുന്നതെന്നുള്ളതാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. എന്തായാലും ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുപോയി ഇത് ചെയ്ത ചടങ്ങുകളെല്ലാം നടത്തിയല്ലേ പറ്റുള്ളൂ. എങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോകുന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട്. ഇക്കഴിഞ്ഞ 5-ാം തീയതി പൂനെയിൽ കൂട്ടുകാർക്കൊപ്പം ഡാമിൽ കുളിക്കുന്നതിനിടയിൽ ജോയൽ ജോർജ് മാത്യു വെള്ളത്തിനടിയിൽപ്പെട്ട് മരണപ്പെടുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചതിന് ശേഷം കഴിഞ്ഞ 7-ാം തീയതി പൂനെയിൽ നിന്നും വിമാനമാർഗം കഴിഞ്ഞ് നാട്ടിലെത്തിക്കുകയും അഞ്ചലിലെ മിഷൻ ആശുപത്രിയിലെ മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു. 2 മണിക്കൂർ പിന്നിടുന്നു. ഇവരുടെ നിരുത്തരവാദിത്തമായ പെരുമാറ്റം എന്ന് പറയുന്ന ഇതിന് തന്നെ എക്സാമ്പിളാണ്. ഇപ്പോഴും അവർ യാതൊരു കാരണവശാലും ബന്ധുക്കളുമായിട്ട് സംസാരിക്കാൻ അവർ തയ്യാറാവുന്നില്ല. ഹോസ്പിറ്റൽ അധികാരികൾ തയ്യാറാവുന്നില്ല. ഇവിടെ ആദ്യം വന്ന PRO പോലും അവരുടെ ബന്ധുക്കളോട് കയർക്കുകയാണ്, വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ എന്ന രീതിയിലുള്ള സംസാരമാണ് അദ്ദേഹം സംസാരിച്ചത്. അത് വളരെ മോശമായ പ്രവൃത്തിയാണ്. പക്ഷേ ഒരു കാര്യം വളരെ ഉറപ്പു തരാം, ഇത് മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി പോലീസും ആരോഗ്യവകുപ്പും കൃത്യമായ നടപടികൾ എടുക്കണം. നടപടികൾ എടുത്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളോട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ബോഡി വിട്ടുകൊടുക്കുന്നതിനും നടപടിയെടുക്കുന്നതിനുമുള്ള നടപടി സ്വീകരിക്കുക. ബുധനാഴ്ച രാവിലെ 9 മണിയോടുകൂടി മൃതദേഹം എടുക്കാൻ ബന്ധുക്കൾ എത്തിയത്. മോർച്ചറി തുറന്നപ്പോൾ മൃതദേഹം ജീർണിച്ച നിലയിൽ കണ്ടതോടെയാണ് ബന്ധുക്കൾ പരാതിയുമായി രംഗത്തെത്തിയത്. സംഭവത്തിൽ ബന്ധുക്കൾ അഞ്ചൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. എന്നാൽ സംഭവത്തിൽ ആശുപത്രി അധികൃതർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. BJP, കോൺഗ്രസ് നേതാക്കൾ സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു.